ശ്രദ്ധിക്കുന്ന ഉമ്മമാരെ, മദീന പുൽകിയിട്ടുണ്ടോ? റസൂലുള്ളാഹിന്റെ ചാരത്തു ചെന്ന മുഅ്മിനീങ്ങളുണ്ടോ? ആ പച്ചക്കുപ്പ കണ്ട് മധുഹ് ചൊല്ലിയിട്ട് മുത്തുനബിയുടെ ചാരത്തൊന്നണയാൻ, റസൂലുള്ളാഹിന്റെ അടുത്തൊന്നെത്താൻ, സുബ്ഹാനല്ലാഹ്, ഭവ്യതയോടെ കെട്ടിവെച്ച വേലിക്കെട്ടിന്റെ ഉള്ളിലൂടെ സൗകര്യമുള്ള ഭാഗത്തുകൂടെ തലയും താഴ്ത്തിപ്പിടിച്ച് ബാബുസലാമിന്റെ പടി കടക്കുമ്പോ മുത്തുനബി കയറി നിന്നിട്ട് ഖുതുബയോദിയ മിമ്പർ കണ്ട് കണ്ണ് നിറക്കുമ്പോ അവിടുന്ന് ലോകത്തിന്റെ നേതാവ്, എന്റെ വീടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗീയ പൂന്തോട്ടമാണെന്ന് പറഞ്ഞപ്പോ ആ പൂന്തോട്ടം കണ്ടുല്ലസിച്ചിട്ട് ആ ലോകത്തിന്റെ നേതാവ് ഉറങ്ങുന്ന ഹുജറത്തു ശരീഫ്, ആ ഹുജറത്തു ശരീഫിന്റെ മുമ്പിൽ ചെന്നു നിന്നു അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് സ്വലാത്ത് സലാമു ചൊല്ലിയിട്ട് തിരിച്ചു പോന്നാൽ മുത്തുനബി നമ്മളെ നോക്കൂല. അവിടെ വെച്ച് തൊട്ടടുത്ത് കിടക്കുന്ന സിദ്ദീഖുൽ അക്ബറിന് സ്വലാത്ത് ചൊല്ലാതെ സലാമു ചൊല്ലാതെ ഹബീബായ തങ്ങളെ നമ്മളെ നോക്കൂല. ആ ഒരു അവസ്ഥയിലേക്ക് ഖുർആനിൽ ആദ്യമായി ഒരേ ഒരു തവണ സ്വഹാബി എന്ന് വിളിച്ച സിദ്ദീഖുൽ അക്ബറിനെ പരിഗണിക്കാതെ ഖൽബിലെ ഈമാൻ ഉറക്കൂല. കാരണം എന്താണ്? അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലുത് ഹബീബായ തങ്ങളാണ്, മുത്തുനബി തങ്ങളാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ട് സിദ്ദീഖുൽ അക്ബർ കയറിയത് എവിടെയാണ്? അഫ്ളലുൽ ബശരി ബഅദൽ അംബിയാഇ അല തഹ്ഖീഖ്.